ജാസ്മിൻ്റെ ഉപ്പ എത്ര പൈസ തന്നു? ഞാനൊരു 20 ലാക്കാണ് ചോദിച്ചത്, പക്ഷേ ജാസ്മിൻ്റെ ഉപ്പ തന്നത് 10 ലാക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ കശപിശ ഉണ്ടായി. താഴെ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ജാസ്മിൻ എന്ന കാമരോഗിയെ മലയാളികൾക്ക് മുഴുവൻ അറിയാം ഇപ്പോൾ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ ചില പേര് ഷോക്കായിട്ടുണ്ടാവും എന്താ സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള 2 കമൻസിന് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓൾറെഡി ഞാൻ ഒരു 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് ഉള്ള ടൈമിലൊന്നുമല്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായ 2 വീഡിയോസാണ്. അതിലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജാസ്മിനും ജാസ്മിൻ്റെ എക്സ് ഫ്രണ്ടും തമ്മിലുള്ള ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജാസ്മിന് ബിഗ് ബോസിൻ്റെ അകത്ത് നിന്നപ്പോൾ ഇട്ടൊരു വീഡിയോ ആണ്. പക്ഷേ ബിഗ് ബോസിനെ പറ്റിയിട്ടോ അല്ല ജാസ്മിനെ പറ്റിയിട്ടോ ഒന്നുമല്ല. ഇതേ മുമ്പ് ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ എന്തിനു വേണ്ടിയാണ് റിയാക്ഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ്റെ ഭാഗം ശരിയായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു റീസണിൽ ശരിയായിരുന്നു. ആ ടൈമിൽ ജാസ്മിൻ്റെ ഒപ്പം നിന്നവരൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞെന്ന് വെച്ചാൽ, അവർ ജാസ്മിന് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് അന്ന് ജാസ്മിൻ്റെ ഭാഗത്തല്ല തെറ്റെന്ന്. അപ്പോൾ ആ ടൈമിൽ ജാസ്മിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് അറിഞ്ഞവരൊക്കെ, ഒപ്പം നിന്നവരൊക്കെ നേരെ തിരിഞ്ഞു. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 70% ആൾക്കാരൊക്കെ ശരിയാണ്, അന്ന് ജാസ്മിൻ പ്രൂവ് ചെയ്ത കാര്യവും അത് തെറ്റാണെന്ന് വ്യക്തി തീർക്കുക ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ജാസ്മിൻ്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ മുമ്പ് ചെയ്തതും എല്ലാ കുറ്റങ്ങളും ജാസ്മിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുക ഉണ്ടായത്. അപ്പോൾ ഞാൻ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്തത് മുമ്പ്. ഇപ്പോൾ ശരിയാണ്, ഇല്ലാന്ന് പറയുന്നില്ല, എന്തായാലും മിസ്റ്റേക്ക് ഉണ്ട് തന്നെ ജാസ്മിൻ്റെ ഭാഗത്ത്. പക്ഷേ എന്ന് കരുതി അവൾ മുമ്പ് അനുഭവിച്ച കാര്യങ്ങളൊക്കെ അത് അവൾക്ക് കിട്ടിയതാണ്, അവളുടെ തെറ്റുകൊണ്ടാണെന്നും പറയരുത്. കാരണം അത് ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. എന്നിട്ടും കുറേ ആൾക്കാർ അതിനെയും എല്ലാ കുറ്റങ്ങളും ഒരാളുടെ തലയിൽ മാത്രമായി ഇട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തത്, അല്ലാതെ ബിഗ് ബോസിനെ പറ്റിയിട്ടോ അങ്ങനെ ഒന്നല്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തത് ആ ഒരു സമയത്ത്. എന്നിട്ട് അതിൻ്റെ താഴെ അതല്ല, ഇത് 2 വീഡിയോൻ്റെയും താഴെ വന്ന ഒരു കമൻസാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് റീച്ച് ആയത്. ആ ടൈമിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന 2 കമൻസിനെ പറ്റിയിട്ടാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ ഇപ്പം ഇങ്ങനെ കാണിക്കാൻ പറ്റും, ഇതാണ് ആ കമൻറ്റ്. ഇത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കൊടുക്കാം. ഒരു ജിതിൻ പറഞ്ഞുള്ള ഒരാൾ കമൻറ്റ് ഇട്ടതാണ്, അതിന് നീ ഏതാണ്, എന്നോട് അതിന് നീ ഏതാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നീ ഏതാണെന്ന് എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നത് ചോദിക്കാൻ നീ ഏതാണ്? ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താഴെ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ജാസ്മിൻ എന്ന കാമരോഗിയെ മലയാളികൾക്ക് മുഴുവൻ അറിയാം ഇപ്പോൾ. മലയാളികൾക്ക് മുഴുവൻ അറിയാമെങ്കിൽ ഇത്രയും സപ്പോർട്ട് ജാസ്മിൻ ഉണ്ടാവില്ലായിരുന്നു അല്ലേ? ഉണ്ടാവും, എതിർക്കുന്നവരും ഉണ്ടാവും, ഇങ്ങനെ പറയുന്ന നെഗറ്റീവ് അടിക്കുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ കണ്ടതോടത്തോളം പോസിറ്റീവ് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ തന്നെ നല്ല പേടിച്ചിട്ടുണ്ടായി. ജാസ്മിൻ എന്നെ പറയുന്നുണ്ട്, എനിക്ക് ആരുണ്ടാവില്ല, പഠിച്ചവൻ മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തിറങ്ങുമ്പോൾ. പക്ഷെ ജാസ്മിൻ തന്നെ ഷോക്കായ ഒരു കാര്യമാണ്, ഇത്ര പേര് സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. എല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ബിഗ് ബോസിൻ്റെ ടൈമിൽ എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ജാസ്മിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസ് റെഗുലറായിട്ട് കാണുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ തോന്നിയിട്ടുണ്ട്, പുറത്തൊരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അകത്ത് അതൊരു വേറെ ഒരാളെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ബോണ്ട് എനിക്ക് അത്രക്ക്
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. മിസ്റ്റേക്ക് അറിഞ്ഞുകൊണ്ടായതല്ല, അത് അറിയാതെ ആ ഒരു ടൈമിൽ, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്കൊരു മെൻ്റലി ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു ടൈമിൽ എല്ലാവരും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഒരാൾ നമ്മൾ ചേർക്കാനുണ്ടെങ്കിൽ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാതെ തന്നെ അയാളോടൊരു ഇഷ്ടം തോന്നും എന്തായാലും. അത് ഏത് തരത്തിലൊരു ഇഷ്ടമാണെന്ന് ചിലപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഫസ്റ്റ്. എന്നിട്ട് അത് പറയാതെ ഒന്നും ഇരുന്നിട്ടില്ല. അല്ലാതെ നമ്മളെ ബ്രദറും സിസ്റ്ററാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സാണ് അങ്ങനെ പറഞ്ഞിട്ട് നടന്നിട്ടുമില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിലായാലും ഇത് വേറെ തരത്തിൽ ഒരു റിലേഷൻഷിപ്പ് ആവാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ മനസ്സിലുള്ള ഫീലിങ്സ് അവൾ ഓപ്പണായിട്ട് അവിടെ തന്നെ പറഞ്ഞു. എന്നിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ച് പേരാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ മനുഷ്യനല്ല, എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ടാവും, ആരും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. കുറേ പേര് ഇപ്പോൾ എല്ലാ കാര്യവും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. നമ്മളുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തായാലും നമ്മളുടെ മിസ്റ്റേക്സ് കാണാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് നമ്മളുടെ മിസ്റ്റേക്സ് കാണാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, അത് അറിയാതെ ഒരു ഫീലിങ്സിലായിപ്പോയതാണ്. അത് ആ ബിഗ് ബോസിൽ പോയവർ തന്നെ പറയുന്നുണ്ട്, അതൊരു വേറെ തന്നെ ഒരു പ്ലാനറ്റാണ്. എന്താണെന്ന് വെച്ചാൽ അത് വേറെ തന്നെ ചെയ്താണ്. ഇപ്പം നമ്മൾ പുറത്ത് ഇരുന്ന് എന്ത് വേണമെങ്കിലും വിലയിരുത്താം, പക്ഷെ അതിൻ്റെ അകത്തേക്ക് പോയവർക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്നും അവിടെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കണമെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഒരു മെൻ്റലി സപ്പോർട്ട് വന്ന ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എന്തായാലും പുറത്ത് ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത് ഒരു തെറ്റ് തന്നെയാണ്, പക്ഷെ അത് അവൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയതാണ്. അപ്പോൾ എന്നും കരുതി മുമ്പത്തെ അവനോട് തന്നെ വീണ്ടും ഇതാക്കാനൊന്നും പോയിട്ടില്ല. ആ ടൈമിൽ തന്നെ പേഴ്സണൽ ചാറ്റൊക്കെ വിട്ടിട്ട് അതിനേക്കാളും ഒരു വലിയ തെറ്റ് ചെയ്ത ഒരാളാണ് പാസ്റ്റിലുള്ള ഒരാൾ. പക്ഷേ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ സൈബർ അറ്റാക്ക് കൊണ്ട് കുറേ പേര് സൂസൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഇനി ഇവൾക്ക് ആ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് സപ്പോർട്ട് ചെയ്തത്. സാരില്ല, നമ്മൾ ഒറ്റപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ സങ്കടം അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 70% ആൾക്കാർ ജാസ്മിൻ്റെ ഒപ്പമാണ് നിന്നത്. പിന്നെ ഈ 30% ആൾക്കാർ ഇതുപോലെ ചിലക്കാനും ഉണ്ടാവും. പിന്നെ എല്ലാവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ എല്ലാ സൈഡിലും നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാ സൈഡിലും സ്വന്തം ഉപ്പ തന്നെ തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ജാസ്മിന്. അത് പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിൻ അറിയുമ്പോൾ ജാസ്മിന് എത്ര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ജാസ്മിന് വിശ്വസിച്ചവരൊക്കെ ജാസ്മിന് പുറകെ കുത്തിയിട്ടാണ് ഈ ഒരു കളിയൊക്കെ കളിച്ചത്. എന്നിട്ടും അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയൻ്റെ മുമ്പിൽ ഇട്ടെറിഞ്ഞ് കൊടുക്കാനൊന്നും ജാസ്മിൻ നിന്നിട്ടില്ല. ജാസ്മിൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് മെയിനായിട്ടുള്ള ഒരു കമൻറ്റ്. ആ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഓൾറെഡി അത് പ്രൂവ് ചെയ്തതാണ് ജാസ്മിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന്. വീണ്ടും എല്ലാ തെറ്റുകളും ശരിനെ പോലും തെറ്റാക്കി മാറ്റിയ ഒരു അവസ്ഥയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ് എനിക്ക് ചിരിയും വരുന്നു. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതിന് ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഉപ്പ എത്ര പൈസ തന്നു? ഞാൻ ആ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ വന്ന ഒരു കമൻറ്റാണ്, ജാസ്മിൻ്റെ ഉപ്പ എത്ര പൈസ എനിക്ക് തന്നു ഇത് പറയാൻ വേണ്ടിയിട്ട്. ഞാനൊരു 20 ലാക്കാണ് ചോദിച്ചത്, പക്ഷേ ജാസ്മിൻ്റെ ഉപ്പ തന്നത് 10 ലാക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ കശപിശുണ്ടായി എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ
അതല്ല സത്യം. ജാസ്മിൻ്റെ ഉപ്പക്ക് ഞാൻ ആരാണ് പോലും അറിയില്ല. ജാസ്മിൻ തന്നെ എന്നെ കണ്ടിട്ടില്ല. ജാസ്മിൻ്റെ ഒരു വ്യൂവറാണ് ഞാൻ. അപ്പോൾ അതിനു വേണ്ടി മാത്രമല്ല, ഞാൻ എന്തായാലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്നത്. അത് വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ജാസ്മിൻ്റെ ഉപ്പ എത്ര ക്യാഷ് തന്നു എന്നാണ് ചോദിച്ചത്. വളരെ ചുരുക്കം റീച്ചുള്ള എൻ്റെ ചാനലിൽ വന്നിട്ട് ജാസ്മിൻ്റെ ഉപ്പ പറയാണ്, ഇങ്ങനെ നീ വീഡിയോ ഇടണം, വീഡിയോ ഇട്ടാൽ ഞാൻ നിനക്ക് ക്യാഷ് തരാം എൻ്റെ മോള്. ജാസ്മിൻ്റെ ഉപ്പ തന്നെ കുറ്റപ്പെടുത്തിയ ഒരു കാര്യമാണ് ജാസ്മിൻ്റെ ലൈഫിലുണ്ടായ ആ ഒരു ബിഗ് ബോസിൻ്റെ ടൈമിൽ. അത് എത്രത്തോളം അത് മെൻ്റലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ജാസ്മിന്. അപ്പോൾ ആ ഒരാൾ എന്നോട് ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല ഇതിനെന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന്. ഇതാണ് അറിയാത്ത കാര്യങ്ങളാണ് ഈ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇടുന്നത്. അതിൻ്റെ ശരിയും തെറ്റൊന്നും നോക്കുന്നില്ല, വെറുതെ വന്നിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ അതിൽ വന്നിട്ട് തീർക്കും, അത്രയേ ഉള്ളൂ. കമൻറ്റ് അടിക്കുന്ന പലരുടെയും അവസ്ഥ. അപ്പം എന്തായാലും ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് ശരിക്കും ചിരിയാവുന്നത്, ജാസ്മിൻ്റെ ഉപ്പ എനിക്ക് ക്യാഷ് തന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ജാസ്മിൻ്റെ ഉപ്പ എനിക്ക് ക്യാഷ് തന്നത് നിങ്ങൾ കണ്ടല്ല, നിങ്ങളോട് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു, കുറേ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ഇതിൽ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ എനിക്ക് തോന്നിയ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ജാസ്മിന്. പക്ഷെ ഒരു ടൈമിൽ അല്ലായിരുന്നു. എന്താന്ന് ഇപ്പം എല്ലാവർക്കും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അഫ്സൽ ചെയ്ത വീഡിയോസിൽ തന്നെ, ആദ്യം ചെയ്ത വീഡിയോസിൽ തന്നെ ഞാൻ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഷീ ലോസ്റ്റ് ദ റിയൽ ജെം, നിന്നെ അവളെ നഷ്ടപ്പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമൻറ്റ് ചെയ്തത്. എനിക്കപ്പോൾ അഫ്സലിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തോന്നി. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തായാലും അതൊരു തെറ്റാണ്. അത് ജാസ്മിൻ ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട് ആ ഒരു റിലേഷൻ വെച്ചിട്ട്. അതെന്തായാലും ഓട്ടോമാറ്റിക് അറിയാതെ ആയിപ്പോയതാണ്. എനിക്ക് ജാസ്മിൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ട്, പക്ഷെ പലർക്കും അത് ആവുന്നുണ്ടെന്ന്, എത്രത്തോളം ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ആ ടൈമിൽ എനിക്ക് അഫ്സലിനോട് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ അനിയത്തിനോട് ഇങ്ങനെ ഷെയർ ആക്കിയ ഒരു ടൈമാണ്. എന്തിനാ, പാവമല്ലേ അങ്ങനെ. പക്ഷേ പേഴ്സണൽ ചാറ്റൊക്കെ വിട്ടപ്പോൾ എനിക്ക് പിന്നെ അത് അവിടെ ഭാഗത്ത് ഇവരുടെ ഭാഗത്തും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അതിനേക്കാളും വലിയൊരു ഇതായി കാണാം. എത്ര നമ്മളുടെ ഒരു റിലേഷൻഷിപ്പാണ്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് എന്ത് കേസിലാണെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് അവരെ അത്ര വിശ്വസിച്ച് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നു, അതേപോലെ അവളെ വിശ്വസിച്ചിട്ട് സ്നേഹിച്ചതല്ലേ, അവൾ അവിടെ പോയിട്ട് എന്താ കാണിച്ചത്, അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്. അതറിയാതെ സംഭവിച്ചു പോയതാണെങ്കിൽ പോലും അത് തെറ്റാണ്. പക്ഷെ അവളെ ഇറങ്ങിയതിന് ശേഷം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയാമായിരുന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് വെച്ചിട്ട് പേഴ്സണൽ ചാറ്റൊക്കെ ഇങ്ങനെ വിടുന്നത് ശരി എന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഓരോരുടെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ, അവരുടെ ലൈഫാണ്. ഇപ്പോൾ എത്ര ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവരനുഭവിച്ചത് തന്നെയാണ്. ഞാനിപ്പോൾ ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. അതിനി എത്ര ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇതിൻ്റെ റിയൽ പെയിന് ആ അനുഭവിച്ചവർക്ക് മാത്രമായിരിക്കും എന്തായാലും. അപ്പോൾ ഇതെന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്ന് എനിക്കറിയില്ല. എൻ്റെ ലാംഗ്വേജ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഇതിൻ്റെ താഴെ ഇനിയിപ്പോൾ ബാഡ് കമൻറ്റ്സ് ചെയ്യാൻ വരുന്നവരോട് നിങ്ങളുടെ ജോലി അതാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് പോയിക്കോ. ഇതുണ്ടാവാൻ വേണ്ടിയിട്ട്, ബാഡായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ആരെയും മാക്സിമം വേദനിപ്പിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.